ഉത്തരവിന് പുല്ലുവില. മദ്യഷാപ്പുകളിൽ നിന്നും ബാറുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് മദ്യം ലഭിക്കുന്നത് തടയാൻ സർക്കാർ കൊണ്ടുവന്ന ഉത്തരവിന് പുല്ലുവില. ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നിന്ന് ഏജന്റുമാർ വഴിയും ബാറുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് യഥേഷ്ടം മദ്യം ലഭിക്കുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലേക്ക്. മദ്യം വാങ്ങാനുള്ള പ്രായപരിധി സർക്കാർ 21 ഉയർത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് യഥേഷ്ടം ഇത് ലഭിക്കുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങളോടൊപ്പം കൂടിയ സ്കൂൾ യൂണിഫോം ധരിച്ച 10ാം ക്ലാസ്സുകാരനുമായി തിരുവനന്തപുരം നഗരത്തിലെ ബിവറേജ് ഔട്ട്ലെറ്റുകളിലേക്ക് ഞങ്ങൾ നീങ്ങി. സ്കൂൾ പാർട്ടികളിൽ മദ്യം കൊണ്ടുവരുന്ന കൂട്ടുകാരെ നേരായ വഴിക്ക് നയിക്കാൻ ഈ വാർത്ത തുണയാകുമെന്ന ഞങ്ങളുടെ ഉറപ്പിന്മേലാണ് ഈ 15കാരൻ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങാൻ തയ്യാറായത്. സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നതിനാൽ ഏജന്റുമാർ വന്ന് കമ്മീഷൻ തന്നാൽ കാര്യം സാധിച്ചു തരാമെന്നറിയിച്ചു. ബേക്കറി ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഏജന്റുമാർ മുഖാന്തരം മദ്യം കിട്ടി. ഏറ്റവും ഒടുവിൽ സ്കൂൾ യൂണിഫോമിൽ തന്നെ നഗരത്തിലെ മുന്തിയ ബാറിൽ കയറിയ 15കാരനോട് വെയിറ്റർ തിരക്കി, ഫുള്ളാണോ പൈൻ്റാണോ വേണ്ടത്? വിദ്യാർത്ഥികൾക്കിടയിലെ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ കർശന നടപടി സ്വീകരിച്ചുവെന്ന് അവകാശപ്പെടുന്ന എക്സൈസ് മന്ത്രി ഞങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൂടി കാണണം. ഒപ്പം ഞങ്ങളോട് സഹകരിച്ച 15കാരൻ്റെ വിഹുലതകൾ മാറ്റാൻ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയോടെ തിരുവനന്തപുരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ രാമേന്ദ്രൻ നായർക്കൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്. ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വിദ്യാർത്ഥികൾക്ക് മദ്യം വിൽക്കുന്നത് തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് മുൻ മന്ത്രി പി.കെ. ഗുരുദാസൻ ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റ് മിഷണറി വഴി ഇക്കാര്യത്തിൽ ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാതെ വേണ്ട. ഇപ്പൊ ഗവൺമെന്റ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഇത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അത് ശക്തമായി നടപ്പിലാക്കിയാണ് വേണ്ടത്. നടപ്പിലാക്കുന്നതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എക്സൈസ് നിയമത്തിൽ മാറ്റം വരുത്തി, അബ്കാരി ആക്ടിൽ മാറ്റം വരുത്തിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള എല്ലാ അധികാരങ്ങളും എക്സൈസ് ഓഫീസേഴ്സിനും പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനടിസ്ഥാനത്തിൽ കേസെടുക്കാനും ആവശ്യമായിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കാനും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ നിലവിലുള്ള അവകാശം പിന്നീട് വിനിയോഗിച്ച് ഈ ഗവൺമെന്റ് അബ്കാരി റൂൾസിൽ വരുത്തിയ മാറ്റത്തിന് വിധേയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഈ ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു മദ്യാസക്തിയും അതുപോലെ തന്നെ ഈ നിയമവിരുദ്ധമായിട്ട് കുട്ടികൾ പോയി മദ്യം വാങ്ങിക്കുന്ന സ്ഥിതി അവസാനിക്കത്തുള്ളൂ.